നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനൽ നിങ്ങളുടെ സ്നേഹം അത് ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ റെലവൻ്റായ വീഡിയോകൾ ചെയ്യാൻ ഇത് ഞങ്ങളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടി ആ ടാസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ്. എനിക്ക് ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. ചിലരെന്നെ വിളിക്കാറുണ്ട്. അവരാദ്യം ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്ക് എന്നോട് സംസാരിക്കാനുള്ള അവസരം ഓഫീസിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ചിലരുടെ കോൾ വരും. കഴിയാവുന്നത്ര സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും തിരക്ക് കൊണ്ട് പലർക്കും പൂർണ്ണമായ തോതിൽ കൊടുക്കാനും സാധിക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എങ്കിലും അതിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കോള്. അദ്ദേഹം നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാറേ, ഞാൻ പിന്നെ എന്താ ചെയ്യുക? അപ്പം ഞാൻ അദ്ദേഹത്തോട് കൊടുത്ത മറുപടി ആവട്ടെ ഇന്നത്തെ ഈ വീഡിയോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശരിക്കും ഒന്നുമില്ലാത്തതല്ല പ്രശ്നം. ഈ വീഡിയോ കാണുന്ന പലർക്കും നിങ്ങൾക്ക് അങ്ങനൊരു തോന്നലുണ്ട് എങ്കിൽ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ അതല്ല പ്രശ്നം. പ്രശ്നം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. നിങ്ങളുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാവും: ടൈം ആൻഡ് എനർജി. സമയവുമുണ്ട്, ഊർജവുമുണ്ട്. ഇത് രണ്ടും ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുണ്ട് ഈ സാധനം. ചിന്തിച്ച് നോക്കിയേ, ഇത് രണ്ടും ഉണ്ട്. ഇതിനെ കറക്റ്റായിട്ട് വിനിയോഗിക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ടൈമിനെയും എനർജിയെയും എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാം, അതിന് ഒറ്റ ടൂൾ നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് കോൾഡ് ഫോക്കസ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രവൃത്തിയെ, നിങ്ങളുടെ ശ്രദ്ധയെ തെറ്റിക്കാതെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് സെറ്റ് ചെയ്യാൻ സാധിച്ചാൽ സംഭവം അടിപൊളിയാവും, സംഭവം കളറാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പാടുപെടുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ആ ടാക്ടിക്സ് ഉണ്ടല്ലോ, അതിൽ എക്സ്പെർട്ട് ആവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ അൺലോക്ക് ചെയ്ത് വിടാൻ, കൂടുതൽ വിജയത്തിൻ്റെ പാതയിലേക്ക് വിടാൻ, നിങ്ങളെ അങ്ങോട്ടേക്ക് ചുവടുവെപ്പിക്കാൻ, അതിനാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിലേക്കുള്ള താക്കോലാണ് ഈ ഫോക്കസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നത്? എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ടൈം അല്ലേ? ഇപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വർഷം എന്ന് പറയുന്നത് 2025. 5 വർഷം എന്നുള്ളത് 2030. ഈ 2030 നിങ്ങളുടെ പ്ലേസ് എവിടെയായിരിക്കും? ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം. കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഇപ്പം നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഇപ്പം നിങ്ങളുടെ ബാങ്കിൽ മേ ബി ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കട, ചിലപ്പോൾ കടമെങ്കിലും ഉണ്ടാവും അല്ലേ? അത് തന്നെ ആയിരിക്കണോ 2030 അവസ്ഥ? ഇനി കുറച്ച് അസറ്റ് ബാങ്ക് കിടപ്പുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കിടപ്പുണ്ടെങ്കിൽ അത് തന്നെയാണോ 2030 എത്ര ഉണ്ടാവണം? നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അതേ വീട്ടിൽ തന്നെ ആയിരിക്കുമോ 2030 താമസിക്കുക? ഇങ്ങനെ പല തലത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പേര്, പ്രശസ്തി ഇപ്പോഴുള്ളതായിരിക്കുമോ 2030 ഉണ്ടാവുക? നിങ്ങളുടെ ബന്ധങ്ങളുടെ വലിപ്പം ഇപ്പോഴുള്ളതായിരിക്കുമോ 2030 ഉണ്ടായിരിക്കുക? നിങ്ങളുടെ അറിവിൻ്റെ ആഴം ഇപ്പോഴുള്ളതായിരിക്കുമോ 2030? 5 വർഷത്തിന് ശേഷം എവിടെയാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം. ഈ 5 വർഷത്തിൻ്റെ ഒരു വേഗതയുണ്ടല്ലോ, അവിടെ എത്തുന്നതിൽ ഇനി പിന്നെ നിങ്ങൾ തടയുന്നത് എന്താണ്? നിങ്ങളുടെ സാഹചര്യങ്ങളാണോ? അതോ നിങ്ങളുടെ ശീലങ്ങളാണോ? അതോ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പുലർത്താനുമുള്ള നിങ്ങളുടെ കഴിവാണോ?
ഇത് പരിശോധിക്കണം. ഇന്ന് നമ്മൾ ആ തടസ്സങ്ങളെ എങ്ങനെ പൊട്ടിച്ച് ഈ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കലയിൽ യഥാർത്ഥത്തിലുള്ള കഴിവ് നേടാമെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു നിമിഷം ചിന്തിക്കണം. നിങ്ങൾ കുറച്ച് കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായും കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ കഴിയാത്ത, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? ഈ സ്വയം ഫോക്കസ് ചെയ്യുന്നാൽ ജോലിയിൽ മാത്രം തുടരുക എന്നല്ല അർത്ഥാക്കുന്നത്. ശരിക്കും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ആക്ഷനെയും നിങ്ങളുടെ ആ വലിയ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യമുണ്ടല്ലോ, അതിലേക്ക് സമന്വയിപ്പിക്കുക എന്നതാണ് ഫോക്കസ് എന്നുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നതിൽ നല്ല പ്രാവീണ്യം നേടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും മനോഹരമായി ട്രാൻസ്ഫോം ചെയ്യപ്പെടും. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന് സങ്കല്പിക്കുക, അത് നേടിയെടുക്കാൻ നിങ്ങൾ പുറപ്പെടുകയാണ്. നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ആദ്യം നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കതല്ല ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ലളിതമായി തോന്നും അല്ലേ, എന്നാൽ പിന്നെ ജീവിതം ഒരു തടസ്സം വരും, നമ്മുടെ ശ്രദ്ധ പോകും, നമുക്ക് ജയിക്കുമെന്ന സംശയം വരും, അപ്രതീക്ഷിതമായിട്ടുള്ള വെല്ലുവിളികൾ വരും. ഇനി ഇത് ഒക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ തുടങ്ങും. ഈ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ തടസ്സങ്ങൾക്കിടയിലും ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ കഴിവാണ് വിജയകരമായ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവർക്കെല്ലാം പൊതുവായി കാണുന്ന ഈ ഒരു കഴിവാണ്. നമുക്ക് ആരെ എടുത്താലും അവരുടെ ഈ ഫോക്കസിൻ്റെ പവർ കാണാൻ പറ്റും. അവരുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അചഞ്ചലമായ കഴിവുണ്ടല്ലോ, അത് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. അത് വളർത്തിയെടുക്കാൻ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് നമ്മുടെ ഈ വീഡിയോ. അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എങ്ങനെ വികസിപ്പിക്കാമെന്ന് നമ്മൾ കണ്ടെത്തും, നമ്മൾ അറിയും. അങ്ങനെ നിങ്ങളുടെ വഴിയിൽ എന്തു വന്നാലും നിങ്ങൾക്ക് ഈ ട്രാക്കിൽ തുടരാൻ കഴിയുന്ന ടൂളുകളാണ് ഇന്ന് തരിക. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉടനടി പ്രയോഗിക്കാൻ തുടങ്ങാവുന്ന ടൂളുകൾ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഫോക്കസ്? ഫോക്കസ് പലപ്പോഴും ഒരു ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഫോക്കസ് എന്നത് വളരെ ആഴത്തിലുള്ളൊരാശയമാണ്. നമ്മുടെ പ്രയോറിറ്റി നിശ്ചയിക്കുക, നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കമ്മിറ്റ്മെൻറ്റ് പുലർത്തുക. ഇതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസ് എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ് തടയുക മാത്രമല്ല, നിങ്ങളുടെ ടൈമും ഊർജവും എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് പർപ്പസ്ഫുള്ളായ തീരുമാനമെടുക്കാനും പറ്റും ചെയ്യുന്നത് ഫോക്കസിൻ്റെ ഭാഗമാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ വളരെ ആസ്വദിച്ച് ഇതേപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ജോലിയിലോ പഠനത്തിലോ ഒക്കെ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ പരമാവധി പരിശ്രമം കൊടുത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എങ്ങും ശ്രദ്ധ പോവാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതെന്താണെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ ശ്രദ്ധ മറ്റെങ്ങും അലഞ്ഞു തിരിയാതെ, ഇത് നമ്മുടെ കഴിഞ്ഞ കാല സംഭവങ്ങളിലേക്ക് നോക്കിയാൽ വളരെ രസകരമായി ഞാൻ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന്. ഇപ്പോൾ ഒരാളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മുതുകത്ത് വന്ന് വേറൊരാൾ തട്ടിയിട്ട് ഇതേ സമയമായി എന്ന് പോകുന്നില്ലേ എന്ന് നോക്കുമ്പോൾ അയാൾ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഇത്ര സമയമായോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ ജോലിയിൽ മുഴുകി ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ ക്ലാസ്സിലിരുന്ന് ഓർക്കുന്നുണ്ടോ? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വാച്ച് നോക്കുന്നു, 5 മിനിറ്റായി 10 മിനിറ്റായി. നമ്മളങ്ങനെ വാച്ച് നോക്കിയിരുന്നിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മളത് ആസ്വദിക്കുന്നില്ല, നമ്മൾ ബോറടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കണം, നിങ്ങൾ ആസ്വദിച്ച് മനസ്സറിഞ്ഞ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇനി ശ്രദ്ധ തിരിച്ചിട്ടുള്ളത് എന്താണ്? ഈ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് പല കാര്യങ്ങളുടെയും പല സംഭവങ്ങളും വരും. ഇപ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. എഡിസൻ്റെ പ്രധാനപ്പെട്ട കഴിവുകളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റും ധാരാളം ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരുടെ ഈ ഡിസ്ട്രക്ഷൻസ് ഇടയിലും അവരുടെ സംഭാഷണത്തിനിടയിലും ഫോക്കസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ
റിസർച്ചിൽ ഫോക്കസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്ര വലിയ നേട്ടങ്ങൾ. ഇത് ഹാബിറ്റ് അദ്ദേഹം സ്ഥിരമായി നിലനിർത്തിയൊരു കാര്യമുണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യത്തിന് മുന്നിൽ അചഞ്ചലമായ ശ്രദ്ധ, തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുറമേയുള്ള ശബ്ദങ്ങൾ തടയാനുമുള്ള ഈ എഡിസൻ്റെ ഈ കഴിവാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലെ ഒരു പ്രധാനമായ ഘടകം. എഡിസനെ പോലെ നിങ്ങൾക്കും ആ തലത്തിലുള്ള ശ്രദ്ധ വളർത്തിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് ബോധപൂർവമായ ശ്രമം ആവശ്യമാണ്. ദ പവർ ഓഫ് അറ്റൻഷൻ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജം എവിടെയാണ് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നത്? നിങ്ങൾ ശരിയായ കാര്യങ്ങളിലാണോ ശ്രദ്ധ എടുക്കുന്നത്? ശരിയായ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെ അതിലേക്കാണോ, അതോ ശ്രദ്ധ വഴിതെറ്റിക്കുകയാണോ? ഇപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ പറയാം. രാവിലത്തെ നമ്മുടെ ഹാപ്പിനെസ് ക്ലബിലെ ആക്ടിവിറ്റികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായ ബിൽഡിന് വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വച്ചിട്ടുണ്ട്. ബോഡിയുടെ മൂവ്മെൻറ്റ്, പിന്നെ നടത്തം, പിന്നെ ഫിസിയോതെറാപ്പി എക്സസൈസുകൾ, അതിനുശേഷം ബ്രീത്ത്, പിന്നെ എൻ്റെ എനർജി വൈബ്രേറ്റ് ചെയ്യാനുള്ള, റൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കുറച്ച് ധ്യാന മെഡിറ്റേഷൻ രീതികളുമൊക്കെ നമ്മൾ അതിനു വേണ്ടി കുറേ സമയം മാറ്റി വച്ചിട്ടുണ്ട്. 10 മണിയാകുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു അലാറം അടിക്കും. 9:55 അടിക്കും. എന്നിട്ട് അതിൽ ഓഫീസ് എന്ന് എഴുതി കാണിക്കും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനുള്ളത് എൻ്റെ റെസ്റ്റിന് ടൈം ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഓഫീസ് ചലിക്കണം. ഈ 9:55 അലാറം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ എടുക്കാം. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് എനിക്ക് സ്ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എനിക്ക് മുഴുകാൻ പറ്റും. ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വഴിതെറ്റുകയാണ്. നമ്മുടെ ശ്രദ്ധയെ ഒരു ലേസർ ബീം പോലെയാണ്. അത് ശരിയായ ദിശയിലേക്ക് നയിക്കുമ്പോൾ ഏത് വലിയ വെല്ലുവിളികളെയും മറികടക്കാൻ അതിന് കഴിയും. ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ അനുവദിക്കാതെ ഒരു സമയം ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് വിജയം നേടുന്നവരെയും അത് ആഗ്രഹിക്കുന്നവരെയും തമ്മിൽ വേർതിരിക്കും. ആഗ്രഹിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നേടാൻ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമായ മേഖലയിലാണ് എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ച ഓർമ്മയുണ്ടോ? അല്പം മുമ്പ് അത് നിങ്ങൾ പാഷനോടെ പ്രവർത്തിക്കുകയായിരുന്നു അല്ലേ? പൂർണ്ണമായും മുഴുകി ഒരു ജോലി പൂർത്തിയാക്കിയപ്പോൾ നിങ്ങൾ ആ ജോലി ചെയ്യുകയായിരുന്നില്ല, നിങ്ങൾ അതിലങ്ങനെ ജീവിക്കുകയായിരുന്നു. ഇതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശക്തി. നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സാധ്യമല്ലെന്ന് നിങ്ങൾ കരുതിയ കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഐ റിപ്പീറ്റ്, വെറുതെ ജോലിയെക്കുറിച്ചല്ല, അത് നിങ്ങൾ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിലും ബന്ധങ്ങളിലും മൊത്തത്തിലുള്ളൊരു ഗ്രേറ്റ്നസ് ഉണ്ടല്ലോ, ഒരു ക്ഷേമത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് വിജയത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് നമ്മുടെ ബലഹീനതകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശക്തികളിലല്ല, നമ്മുടെ സംശയങ്ങളിലല്ല, നമ്മുടെ ലക്ഷ്യങ്ങളിലും അതിലേക്കുള്ള സിസ്റ്റത്തിലുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളെ സൃഷ്ടിക്കും. ഇനി ഈ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. നമുക്കെല്ലാവർക്കും അതുണ്ട്, എന്നാൽ നമുക്ക് നേരിടാൻ പറ്റും. ഈ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് ചുറ്റുവട്ടത്തുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ മുഴങ്ങുന്നു, നോട്ടിഫിക്കേഷൻ അറിയിപ്പ് വരുന്നു, അപ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ വലിയ നീണ്ട ഒരു ജോലിയുടെ പട്ടിക നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മെ ഇതകറ്റും. നമ്മൾ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ ചിലവഴിച്ച ആ അവസാനത്തെ മണിക്കൂറിനെ കുറിച്ച് നിങ്ങളൊന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കി. എത്ര
തവണ നമ്മൾ ഫോൺ പരിശോധിച്ചിട്ടുണ്ട്? വെറുതെ ആണെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നു, അൺലോക്ക് ചെയ്യുന്നു, തിരിച്ചു വെക്കുന്നു. അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലഞ്ഞു തിരിയാൻ അനുവദിച്ചിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ഈ ശ്രദ്ധാമാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പുറമേ നിന്നുള്ള ഇത്തരം പ്രേരണകൾ കൊണ്ട് നാം നിരന്തരം അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ഇത് ഈ മോഡേൺ ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ശ്രദ്ധാമാറ്റങ്ങൾ അത് അനിവാര്യമാണ്. പക്ഷേ നമ്മളെ അത് നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഈ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു ബൗണ്ടറി നിശ്ചയിക്കേണ്ടത് വളരെ ക്രൂഷ്യലാണ്. അത് സോഷ്യൽ മീഡിയ ആയാലും, ഇനി നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അറിയിപ്പുകളായാലും, ഇനി നമ്മുടെ പരിതസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകളാണെങ്കിലും, ഈ ഫോക്കസ് ഡിസ്ട്രാക്ഷൻസിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത്, ഈ ഫോക്കസ് ചെയ്യാൻ പഠിക്കുന്നതിൽ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ ഫോണാണോ, നിങ്ങളുടെ പരിതസ്ഥിതിയാണോ, നിങ്ങളുടെ ചുറ്റുപാടുകളാണോ, അതോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണോ? എല്ലായിടത്തും വരും ഈ ശൈല്യങ്ങൾ. നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ശ്രദ്ധ കുറയ്ക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിനോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആക്ഷൻസ് എടുക്കാം. ഒരു കാര്യം അറിയാമോ? ഈ നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് നിങ്ങൾ അനുവദിക്കുമ്പോഴെല്ലാം നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു അതിലേക്ക് മടങ്ങിയെത്താൻ കുറേ സമയമെടുക്കും. ഇപ്പോൾ ഒരു നിങ്ങൾ ഡീപ്പായിട്ടൊരു കാര്യം ചെയ്യുകയാണെ, ഒരു ഫോൺ പെട്ടെന്ന് വന്നു, നിങ്ങളൊന്ന് നോക്കിയുള്ളൂ, എന്നിട്ട് തിരിച്ച് നിങ്ങൾ അതേപോലെ ജോലി ചെയ്യാൻ നോക്കുന്നു. പക്ഷേ നിങ്ങൾ എത്ര ഫോക്കസ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അതിലേക്ക് എത്താൻ 20 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ ശ്രദ്ധാമാറ്റം തന്നെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എത്ര മിനിറ്റ് വീതം സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം ഒഴിവാക്കി കളയണമെന്നല്ല പറയുക, ഒരു ബാലൻസ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഫോക്കസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സമയത്തിന് വ്യക്തമായ ഒരു അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതിനെക്കുറിച്ചാണ്. അനാവശ്യമായിട്ട് ഈ ഫോക്കസ് തെറ്റിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആഴത്തിൽ മുഴുകാൻ, നിങ്ങൾക്ക് സ്വയം ഒരു സ്പേസും ഒരു ഫ്രീഡവും കിട്ടും. നിങ്ങളുടെ ഈ ഫോക്കസ് ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന കുറേ ടൂളുകൾ കൂടി, കുറേ ഉപദേശം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, കുറേ ടൂളുകൾ കൂടി നമ്മൾ പഠിക്കാം. നിങ്ങളുടെ മനസ്സിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ്. ഏതൊരു സ്കില്ലിനെയും പോലെ സ്ഥിരമായ പരിശീലനത്തിലൂടെ ഇത് മെച്ചപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ഈ സ്വന്തമായിട്ട് ഫോക്കസ് ചെയ്യാൻ ആ കഴിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനഃപൂർവ്വം ചിന്തിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം ഈ കഴിവ് ഉണ്ടാക്കാനായിട്ട്. അതിലൊരു ബെസ്റ്റ് ടൂളാണ് പൊമഡോറോ ടെക്നിക്ക്. പൊമഡോറോ, നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. പൊമഡോറോ ടെക്നിക്ക് ഇത് വലിയ ഒരു പ്രൊഡക്ടിവിറ്റി ടെക്നിക്കാണ്. ഞാനിതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഒരു കാര്യം മണിക്കൂറോളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിന് അതിനകത്ത് ഫോക്കസ് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് മടുക്കാതെ പഠിക്കാൻ പറ്റും. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഇത് 25 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മളെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക്. പൊമഡോറോ ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പിൽ നിങ്ങൾ ഓൺ ചെയ്യുക. ഈ ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ വർക്ക് ആരംഭിക്കുക. അപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾ എന്ത് വന്നാലും ഫോൺ നോക്കില്ല, മൊബൈൽ പക്ക സൈലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്കായിരിക്കും, വേറെ എങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കില്ല, വേറെ ഒരു കാര്യം ചെയ്യില്ല. ഈ 25 മിനിറ്റ് ഫുള്ളായിട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രതിജ്ഞ. നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലൊരു അലാറം അടിക്കും. അപ്പം നിങ്ങൾ പണി നിർത്തണം. പണി നിർത്തിയിട്ട് ഒരു റിലാക്സേഷൻ കൊടുക്കണം. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാൻ നല്ലതാണ്. കാരണം നമ്മൾ ഇത്ര സമയം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തലച്ചോറ് ക്ഷീണിക്കും. ഇപ്പോൾ തലച്ചോറിന് ഓക്സിജനേറ്റ് ചെയ്യണം. അതിന് കുറച്ച് വെള്ളം കുടിക്കാം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെള്ളം കുടിക്കാം, അവർക്ക് ചെറിയ ഒരു പീസ് ചോക്ലേറ്റ് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. 5 മിനിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്.
ആ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അലാറം അടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും പണി ആരംഭിക്കണം. ഇത് നിങ്ങളുടെ തലച്ചോറിനെ നല്ല ഷാർപ്പായിരിക്കാൻ ആവശ്യമായ വിശ്രമം കൊടുക്കും. നിങ്ങൾ ഈ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പൊമഡോറോ ആപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നാണ്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു ചെറിയ ടാസ്ക് ഉപയോഗിച്ച് ആരംഭിക്കുക. നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 25 മിനിറ്റ് ടൈമർ സജ്ജമാക്കുക. പിന്നെ പ്രതിജ്ഞയാണ്, ഒന്ന് മാറ്റരുത്. 25 മിനിറ്റ് ശേഷം ഇടവേള എടുത്ത് വീണ്ടും സെറ്റായിട്ട് കാര്യങ്ങൾ ആരംഭിക്കാം. ഇത് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഈ രീതി ഈ ഫോക്കസ് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ ആയിട്ട് വളരെ സഹായിക്കും. നമ്മൾ ട്രെയിനിങ് സെഷൻസിൽ കൊടുക്കുന്നൊരു ടൂളാണ്. മറ്റൊരു ശക്തമായ ടൂളെന്ന് പറയുന്നത് 2 മിനിറ്റ് റൂളാണ്. അതായത് ആശയം വളരെ ലളിതമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി 2 അതിൽ കുറഞ്ഞ മിനിറ്റോ തീരുമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒഫീഷ്യലി കുറച്ച് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാണ്ടെന്ന് കരുതുക. നമ്മളത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചേക്കായിരിക്കും അല്ലേ. നേരെ മറിച്ച് 2 മിനിറ്റ് വേണ്ടാത്ത എല്ലാ ജോലികളും നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത 2 മിനിറ്റുള്ളിൽ ചെയ്യുക. അടുത്ത 2 മിനിറ്റുള്ളിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റിൻ്റെ റൂള് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു മെസ്സേജിന് മറുപടി നൽകുകയോ, ഇനി നിങ്ങളുടെ മേശ വൃത്തിയാക്കണം, 2 മിനിറ്റ് മതി. അപ്പോൾ മാറ്റി വെക്കുന്ന ശീലത്തെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഫോക്കസ് ചെയ്ത് ഇവിടെ ജോലി വഹിക്കേണ്ടതില്ല. അവ ഉടനടി നടപ്പാക്കുന്നതിലൂടെ കൂടുതൽ പ്രധാനപ്പെട്ട ജോലികൾക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ ഫ്രീ സ്പേസ് കിട്ടും. ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടി വന്നിട്ട് എന്തായി? ഓവർവെൽംഡായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 മിനിറ്റിൽ താഴെ സമയമെടുത്ത് തീർക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യുക? തീർത്ത് വിടുക. അപ്പോൾ കുറേ സ്പേസ് ഉണ്ടാവും, മനസ്സ് കുറേ ഫ്രീ ആവും. എല്ലാ ദിവസവും രാവിലെ ഒരു പർപ്പസ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ദിവസം ശ്രദ്ധയോടെ ആരംഭിക്കുന്നതിന് ബെസ്റ്റ് ടൂളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫോക്കസിനെ, കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഫുൾ ഓഫ് ചോയ്സുകളാണ് അല്ലേ. നമുക്ക് രാവിലെ തന്നെ എന്ത് ചെയ്യാം? ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കാം, ഇൻസ്റ്റാഗ്രാം നോക്കാം, റീൽസ് കാണാം. ഈ റീൽസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഒരു റീലിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പിന്നെ നമ്മൾ അടുത്ത റീലിലേക്ക് ഇങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കുക, ഞാൻ പേപ്പറിൽ എൻ്റെ ഇന്നത്തെ കാര്യം എഴുതിയിട്ടേ ബാക്കി എന്തും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പോയാലും ഈ ഒരു 2-3 കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ആ 3 കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. നമ്മളൊരു ടാസ്ക് എടുക്കുകയാണ്, ഒരു ജോലി ചെയ്യാൻ പോവാണേ. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചാൽ നമുക്ക് എന്ത് സന്തോഷം കിട്ടും എന്നുള്ളത് അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് നമുക്ക് തുടങ്ങുന്ന ജോലികളെ പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കും. നല്ലൊരു ടൂളാണ്, ബെസ്റ്റ് ടൂളാണ് ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 3 തവണ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണം. റിലാക്സ് ആയിട്ട് ഈ സാധനം ഒരു സിനിമ കാണുന്ന പോലെ കാണുക. നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം ചെയ്തു തീർക്കുന്നതായിട്ടും ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് കിട്ടാനായിട്ട്. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം ഈ ബ്രെയിൻ ഫോക്കസോടെ നിങ്ങളെ ചെയ്യാൻ പ്രാപ്തമാക്കിയാലാണ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങളെ മാനസികമായിട്ട് തയ്യാറെടുപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ടൂള് നിങ്ങളെ ഗുണപ്പെടുത്തും. അപ്പം ഞാൻ 4 ടൂള് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ഇപ്പോൾ ഫോൺ മാത്രമല്ല നമ്മുടെ ശ്രദ്ധ കളയുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മളൊരു പ്രോജക്റ്റിലേക്ക് കടക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോൺ മുഴങ്ങുന്നു, അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ TV പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റായിട്ട് കുറേ മെസ്സേജുകൾ വരുന്നു, അല്ലെങ്കിൽ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്, നമ്മുടെ ഇരിക്കുന്ന വശമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏതാണ്ട് അസാധ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജോലിസ്ഥലം എങ്ങനെയുള്ളതാണ്? നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരിടമാണോ, അതോ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന, വ്യതിചലിപ്പിക്കുന്ന ഒരിടമാണോ? നമ്മുടെ ഈ പരിസ്ഥിതി അലങ്കോലപ്പെട്ടതോ കുഴപ്പമുള്ളതോ ആണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. വൃത്തിയുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശാന്തമായ ഒരിടം നിങ്ങളുടെ മെൻ്റലി നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും, നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായും അതിനൊക്കെ നിങ്ങളെ സഹായിക്കും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ, മനസ്സിലെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക.
നിങ്ങളുടെ മേശ വൃത്തിയാക്കുക, നിങ്ങളുടെ ഫോൺ സൈലൻറ്റ് മോഡിലിടുക, പൂർണ്ണമായിട്ട് നിങ്ങളെ ശ്രദ്ധ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇടം സൃഷ്ടിക്കുക. അത്രയും ചെയ്യണം. നിങ്ങളുടെ ഈ ചുറ്റുപാടിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയുടെ നിയന്ത്രണവും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ പരിതസ്ഥിതി നമ്മുടെ മുൻഗണനകളെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ഒന്ന് ഓർത്തു വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് വൃത്തിയുള്ള ഒരു ജോലി സ്ഥലമായോ, അല്ലെങ്കിൽ ശാന്തമായ ഒരു മുറിയായോ, അല്ലെങ്കിൽ ശ്രദ്ധ വ്യതിചലിക്കാത്ത ഒരു ഏരിയ ആയിട്ടൊക്കെ നിങ്ങളുടെ ഈ പരിതസ്ഥിതിയെ നിങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ അനുകൂലമാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങൾ ഈ ടെക്നിക്കുകൾ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉള്ളവരാകാൻ കഴിയുമെന്ന് തന്നെ നിങ്ങൾ തിരിച്ചറിയും. അപ്പോഴാണ് നമ്മൾ ജയിക്കുക, നമ്മുടെ ചാനൽ ജയിക്കുക. നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഒരു ജോലിയിലേക്ക്, ഒരു സമയം ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മൾ ജയിച്ചു. ഇത് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുകയില്ല കേട്ടോ. കാലക്രമേണ ഫലം നൽകുന്ന ഒരു സ്കില്ലാണിത്. പക്ഷേ ഇത് വലിയ വിജയത്തിലേക്ക് നയിക്കും. നമ്മുടെ ഗ്രോത്തിൻ്റെയും നമ്മുടെ ഡിസിപ്ലിൻ്റെയും അതിനൊക്കെ നമ്മുടെ മാനസികാവസ്ഥ വളരെ നിർണായകമാണ്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് വലുതാകാൻ കഴിയുന്ന ഒരു കഴിവാണ് നിങ്ങളിവിടെ ഇപ്പോൾ വികസിപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അതും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം, എനിക്ക് കഴിവുണ്ട്, ഞാനിത് വികസിപ്പിക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിരിക്കാം. എന്ത് തന്നെ ആയാലും മനസ്സ് അതിനുള്ള ന്യായീകരണങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവിലേക്കും സ്ഥിരതയിലേക്കും നിങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് അത് മനസ്സ് ബോധ്യപ്പെടുത്തരും. ന്യായീകരണ തൊഴിലാളികളെ നിങ്ങളുടെ കൂടെ കൊണ്ടു നിർത്തും. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുന്ന, നിങ്ങളെപ്പോലെ തന്നെ പറയുന്ന കുറേ പേരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. നിങ്ങളിത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. മറിച്ച് അങ്ങനെ പറയുന്നതല്ലല്ലോ ഈ ചാനൽ കാണുക. നമ്മുടെ ചാനൽ ആരാ കാണുക? പറ. നിങ്ങളാണ് കാണുക. ആരാണ് നിങ്ങൾ? എനിക്ക് ജയിക്കണമെന്ന വാശിയോടുകൂടി ജീവിക്കുന്നവർ അല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം, ഈ സംസാരത്തിനിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെന്നൊരു പദം പ്രയോഗിക്കുന്നത്. ബട്ട് നമ്മൾ ആണ്, ഞാനും നിങ്ങളും രണ്ടും രണ്ടല്ല, നമ്മൾ ഒന്നാണ്. നമ്മളാണ് ജയിക്കുക. പക്ഷേ ഈ വളർത്തിയെടുക്കാൻ കഴിയുന്ന ശീലത്തെ നല്ല കമ്മിറ്റ്മെൻറ്റോടെ, നല്ല ഡിസിപ്ലിനോടെ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ ചെറിയ ദൈനംദിന തീരുമാനങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. ഈ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജോലിയെ മാത്രമല്ല, നമ്മുടെ ടോട്ടൽ മാനസികാവസ്ഥയാണ്. ഫോക്കസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വഴിയിൽ വരുന്ന എന്ത് തടസ്സം വരുമെന്നേ വരട്ടെ, വാടാ, നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. നമ്മൾ പതിവായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തമാകുന്ന ഒരു മസിൽ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ ഡു ഇറ്റ് ടുഡേ, ഇന്ന് തന്നെ ആരംഭിക്കുക. ഫോക്കസ് ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടുക എന്നൊരു വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ പക്കലുള്ളതെല്ലാം ഉപയോഗിച്ച് അതിൽ കമ്മിറ്റഡ് ആവുക. നമ്മുടെ പക്കൽ എന്താ ഉള്ളത്? നമ്മുടെ പക്കൽ ടൈമുണ്ട്, നമ്മുടെ പക്കൽ എനർജിയുണ്ട്. ടൈമും എനർജിയും ബ്രില്യൻ്റായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ പണം വരുമെന്നേ, നമ്മുടെ കയ്യിൽ അംഗീകാരങ്ങൾ വരുമെന്നേ, നമ്മുടെ കയ്യിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ വരുമെന്നേ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ കയ്യിലേക്ക് ജീവിത വിജയം വരുമെന്നേ. സോ സക്സസ് ഈസ് നോബഡീസ് മോണോപ്പൊളി, റാദർ ഇറ്റ് ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവരിബഡി. നമ്മുടെ ജന്മാവകാശമാണ് വിജയം. അത് നേടാൻ ഒറ്റക്കെട്ടായി നിൽക്കാം. ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, ഫോക്കസ് ഓൺ യുവർ സിസ്റ്റംസ്. കയ്യിലുള്ള സാധനം ടൈം ആൻഡ് എനർജി കൃത്യമായിട്ട് ഉപയോഗിച്ചോളൂ. വിജയം തേടി വരും. ആ വിജയിയായിട്ട് നിങ്ങളുടെ ഒരു കോളിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സങ്കടം പറയാൻ വിളിച്ചില്ലേ? സങ്കടം പറയാൻ മെസ്സേജ് അയച്ചില്ലേ? വിജയിച്ചിട്ട് കൂടി ഒരു മെസ്സേജ് അയക്കൂല്ലേ? അടിച്ചു കയറി വാ.
താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഗോഡ് ബ്ലസ് യു ആൾ.